ഇതൊരു ജെല്ലി മുട്ടായി കേട്ടോ. ഞാനിപ്പോ എന്തായാലും 2 ദിവസം മുന്നേ ഒരു റീല് കണ്ടു. ഞാനത് സത്യം പറഞ്ഞാൽ ഇടക്കിടക്ക് വാങ്ങി കഴിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരു റീല് കണ്ടു. ഇതെന്തോ ഒരു തുണിയിൽ പിടിച്ച് പിഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ പശയിട്ടൊക്കെ കണ്ടു. സത്യമാണോ എന്ന് വേണമെങ്കിൽ നമുക്കറിയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ കടയിൽ പോയിട്ട് ഒരു ജെല്ലി മുട്ടായി ഇങ്ങനത്തെ വാങ്ങിക്കണോ. അത് ഞാൻ അത് ഇടക്കിടക്ക് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്ന് നോക്കി നോക്കുവാണ്. ശരിക്കും അങ്ങനെ വല്ല സംഭവം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. തോർത്തിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞു നോക്കാം സത്യമാണോന്ന്. മാഷാഅല്ലാഹ്. എന്താ ഓന്റെ ചുണ്ടൊക്കെ കഴിക്കണം. ഞാൻ കോല ശരിക്കുള്ള കോല ഇത് ഇനി എന്താവാന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ പറയുക വീഡിയോ റീല് കണ്ടാണ്. അപ്പൊ അതൊന്ന് നോക്കിയൊക്കെ നമുക്ക് കേട്ടോ. ജെല്ലി മുട്ടായിയാണ്. ഓക്കെ, എന്തോ പശ ഉണ്ടെന്നൊക്കെ റീല് കണ്ടു. സത്യമാണെന്ന് അറിയണല്ലോ കേട്ടോ. അയ്യോ ഇനിയും പോകണ്ട കുറച്ചുകൂടി. വീഡിയോ കാണുന്നൊക്കെ സത്യമാണ് നമുക്ക്. ഞങ്ങളിതുപോലെ ഇൻസ്റ്റാഗ്രാമിലോ റീൽസും കാര്യങ്ങളൊക്കെ കാണില്ലേ. ഞങ്ങളിത് മുട്ടുമ്പൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ. അതുപോലെ തന്നെ ഈ കുക്കിങ്ങിൽ ഫുഡൊക്കെ കാണില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ സത്യമാണെന്ന് നോക്കാറില്ല. നമ്മളെ വീഡിയോ ചെയ്യാറില്ല തന്നെ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ വെറുതെ കുട്ടികളൊക്കെ വാങ്ങി തിന്നണല്ലേ. അപ്പൊ ഒന്ന് വെറുതെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. നോക്കി നോക്കാം എന്താ ആവുകയെന്ന് കേട്ടോ. ഫുള്ള് കളഞ്ഞു ഫുള്ള് കളഞ്ഞു കേട്ടോ. ഓക്കെ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും. ദൈവമേ, റബ്ബർ പോലത്തെ സാധനം. ഇന്റെ ഈശ്വര, ഞാനത് കഴിക്കൽ നിർത്തി ഗൈസ്. ഇപ്പൊ ചിലർ പറയും ഇങ്ങനെ കഴിക്കാൻ നിർത്തിച്ച കുറെ കാര്യങ്ങൾ നിർത്തേണ്ട സുജിനേന്ന് ചോദിക്കും. പക്ഷെ നമ്മള് കണ്ണ് കാണുന്ന നമുക്കൊരു റബ്ബർ പോലത്തെ എന്താ പച്ചക്കറി എടുക്കട്ടെ ഗൈസ്. ഇത് എടുക്കട്ടെ ഗൈസ്. ഇത് എന്തത് മക്കളെ? ഇത് ഞാൻ കഴിക്കുന്നത് നിർത്തിയിട്ടോ. സത്യം, കുട്ടികൾക്ക് വാങ്ങി കൊടുക്കാൻ ശ്രദ്ധിച്ചോ. ഇതുണ്ടെങ്കില് ഇത് കിട്ടില്ല കണ്ടോ. ഇത് നമ്മൾ കഴിക്കുന്നതല്ലേ. ഇതാണ് ഇത് കണ്ടങ്ങള്. പ്ലാസ്റ്റിക് പോലെ ദ്രാവകം പോലെ ഉണ്ട്. ഇതാണ് ഞാൻ ഇടക്കിടക്ക് വാങ്ങി തിന്നല്. അപ്പൊ ഓക്കെ ഗൈസ്, ഞാനൊന്ന് വീഡിയോയിൽ